യെസ്, ആ ഫൈനൽ കൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്, എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. വോട്ടെണ്ണലിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇന്നലെ അവസാനിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് 43 കേന്ദ്രങ്ങളിലായി 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്രത്തോളം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയും, അവർക്കുള്ള പരിശീലനം എത്രത്തോളം മികച്ചതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സഫാൻ VP വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫാൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കേരളം കാത്തിരുന്ന ഫലപ്രഖ്യാപനത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ തയ്യാറാണ്. അവരിൽ നിന്നെല്ലാം നമുക്ക് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. വിവിധ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം സഫാനിലേക്കാണ്. സഫാൻ, എത്രത്തോളം മനോഹരമായി കൃത്യതയോടെയുള്ള ഒരുക്കങ്ങളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്? എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ജിൽസി, ഗുഡ് മോർണിംഗ്. നാളെ വിധി ദിനമാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും സെറ്റാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്നലെയോടെ തന്നെ വോട്ടെണ്ണലിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും 15,465 ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്താകെ വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ളത്. അവർക്കുള്ള പരിശീലനം ഇന്നലത്തോടെ തന്നെ പൂർത്തിയായിട്ട് ഉണ്ട്. 2 ഘട്ടങ്ങളിലായിരുന്നു പരിശീലനവും. മോക്ക് കൗണ്ടിംഗ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളാണ് ഇതിനായി കൗണ്ടിങ്ങിനായി ഏതായാലും സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് തന്നെ ഈ സ്ട്രോങ് റൂമുകൾ തുറക്കും. ഒബ്സർവർമാരുടെ സാക്ഷ്യപത്രത്തോടു കൂടി ഏജന്റുമാരുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിലായിരിക്കും ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുക. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൗണ്ടിംഗ് ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. തപാൽ വോട്ടുകളുടെ ഒരു എണ്ണലിൻ്റെ രീതി എന്ന് പറയുന്നത് 500 വോട്ടുകൾക്ക് ഒരു ടേബിൾ എന്ന നിലയിലായിരിക്കും. പിന്നീട് ഉടൻ തന്നെ ഇതിന് സമാന്തരമായി തന്നെ EVM വോട്ടുകളും എണ്ണിത്തുടങ്ങും. 14 ടേബിളുകളാണ് ഒരു കേന്ദ്രത്തിൽ ഉണ്ടാവുക. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളും എണ്ണാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 8:30 കൂടി തന്നെ കൃത്യമായ ഫലസൂചനകൾ വരുന്ന ഒരു വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലെയും ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ PRD വിവരങ്ങൾ നൽകും. അതോടൊപ്പം തന്നെ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും നമ്മുടെ ഓരോ മാധ്യമപ്രവർത്തകരുടെ ഓരോ പ്രതിനിധികൾ ഉണ്ടാകും. ആ അർത്ഥത്തിലും അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയും ഇത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കും. ഒരു 9 മണിയോട് കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കൃത്യമായ ട്രെൻഡുകളും ലഭ്യമാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സജ്ജീകരിച്ചിട്ടുള്ളത്. കേരള പോലീസിന്റെയും കേന്ദ്രസേനയും ഇത്തരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയുണ്ട്. ഈ വോട്ടിംഗ് ഏജന്റുമാർക്കും ഒരു സ്ഥാനാർത്ഥിക്കുമാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുള്ളത്. അവർക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഈ ID കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള മാധ്യമപ്രവർത്തകർക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പാസ് ലഭ്യമായിട്ടുണ്ട്. ഈ പാസ് പ്രദർശിപ്പിച്ചാൽ മാത്രമേ അവർക്കടക്കമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗത്തിനൊക്കെ കടുത്ത നിയന്ത്രണത്തിലായിരിക്കും ഇതിന്റെ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തയ്യാറെടുപ്പിന് പുറമെ സഫാൻ വ്യക്തിപരമായി എത്രത്തോളം ആവേശത്തിലാണ്? ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ആണോ സഫാന്റേത്? കാരണം നമ്മൾ കുറെ നാളായി കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരു പലതരത്തിലുള്ള കണക്ക് കൂട്ടലുകളൊക്കെ കാണും. അത് ശരിയാകുമോ തെറ്റാകുമോ എന്നറിയാനുള്ള ഒരു ആവേശം, അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ആവേശമൊക്കെ എത്രത്തോളം ഉണ്ട്?
ഇത് സൂചിപ്പിച്ച പോലെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഒരു വിധി ദിനമാണ്. ആദ്യമായാണ് ഒരു ഫീൽഡിൽ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കാര്യങ്ങളിലൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസങ്ങളായി തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, നമ്മുടെ കണക്കുകൂട്ടലുകൾ ഏതായാലും എൻ്റെ കണക്കുകൂട്ടൽ ഞാൻ പരസ്യമായി പറയുന്നില്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ കണക്കുകൂട്ടലുകൾ കാര്യങ്ങളൊക്കെ ശരിയാകുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആകാംക്ഷയുണ്ട്. ഏതായാലും നാളെ ഒരു ദിവസം കൂടിയുള്ള കാത്തിരിപ്പിലാണ് ഞാനുള്ളത്. എന്നാലും സഫാൻ, എനിക്കൊരു ആകാംക്ഷയുണ്ട്. എന്താണ് സഫാന്റെ ഒരു പ്രവചനം എന്നുള്ളത്? നമ്മൾ എക്സിറ്റ് പോൾ ഒക്കെ കണ്ടു. അപ്പൊ അതിനെ അനുകൂലിക്കുന്ന ഒരു പ്രവചനമാണോ അതോ മറിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ കരുതുന്നുണ്ടോ? ഞാൻ എക്സിറ്റ് പോളിൽ വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ് ഇതുവരെയും എൻ്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു.